എല്ലാത്തിലും അരാജകത്തെ ജീവിച്ച് സ്വന്തം രക്തത്തിൽ വീണ പെണ്ണായാൽ അപമാനഭാരം നിമിത്തം കുഴിച്ചുകൂടി അഭിമാനത്തോടെ വിളിച്ച് പറയുന്നത് കാരണം വേണ്ടി വർഷങ്ങളോളം തമ്മിന്റെ ചെറു തമ്മിന്റെ തമ്മിലുമായിരുന്നില്ല മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുഴിമാടത്തിൽ ഞങ്ങളിൽ കുളിച്ചു വെക്കുന്ന മുന്നിൽ തിരികെ കിടക്കുന്ന തന്റെ അസ്ഥിപഞ്ചനങ്ങളെ ലഹരി പകിരുമെന്ന് പറഞ്ഞിരുന്ന സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലക്ഷ നന്മകളില്ലാതിരുന്ന ജനത ജീവിതത്തിൽ അടിപിടിയും പെണ്ണുപിടി കള്ളുപിടി 10 ലക്ഷമാക്കാൻ അതിനുവേണ്ടി എന്ത് അനീതിയും എന്ത് അക്രമം എന്ത് അസഭ്യവും എന്ത് അശ്ലീലവും സമൂഹത്തെ ഓരോ നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന കാലം എണ്ണമറ്റ വിഗ്രഹങ്ങൾ അനാചാരങ്ങൾ നിഷ്കാശനം ചെയ്യുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഏറ്റവും ഉദാത്തമായ മാർഗമായിരുന്നു കണ്ടത്. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന പ്രഖ്യാപനം നടത്തി നിരീക്ഷണവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും മുഖത്തടിക്കാൻ ഖുർആനിൽ നിന്നും സാധിക്കുന്നുണ്ട്. ജീവിത ചെറുപ്പപ്പെടുത്തുവാനും നിത്യശുചീകരണത്തിനും പ്രവാചകന്റെ സ്വഭാവത്തെ പറ്റി എന്ന് തന്നെയാണ്. ജീവിതത്തെ രൂപപ്പെടുത്തുവാനും വ്യക്തി ശുചീകരണത്തിനും ലോകചരണം മാതൃകയാണ്. അവരെ സ്വപ്നത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സ്വതന്ത്രരാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാവും പകർന്നു നൽകണം. അതിന്റെ വായിലാണ് Waalaikumsalam warahmatullahi wabarakatuh.